നമസ്കാരം. വൈ സൈലൻസ് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് പവർ? മൗനം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാകുന്നത് എങ്ങനെ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഉറക്കെ സംസാരിക്കുന്നവർ, എപ്പോഴും എന്ത് കാര്യത്തിനും പ്രതികരിക്കുന്നവർ, അവരൊക്കെയാണ് ധീരന്മാരെന്ന്. എങ്കിലത് തെറ്റാണ്. ഓരോ വ്യക്തിയുടെയും മൗനം അവൻ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്ര തരം ശക്തമാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, നമ്മളെ ആര് പ്രകോപിച്ചാലും ഉടൻ റിയാക്ട് ചെയ്യും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സത്യസന്ധരായ മനുഷ്യരാണെങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതെല്ലാം അവർ പുറത്തേക്ക് വിടും. ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവരും ദേഷ്യപ്പെടും. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അത് തെറ്റാണെന്ന് കണ്ടാൽ അവരത് തിരുത്താൻ ശ്രമിക്കും. എപ്പോഴും അവർ സംസാരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് തങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്ന് മറച്ചു വെച്ച് പുറത്ത് സംസാരിക്കുന്നതാണ് നല്ലതെന്ന്. എങ്കിൽ തെറ്റുപറ്റിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? നമ്മളത് സംസാരിക്കുമ്പോൾ, നമ്മൾ എല്ലാത്തിനും പ്രതികരിക്കുമ്പോൾ, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉറക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ മറ്റുള്ളവർ അളക്കുകയാണ്. അവർ നമ്മളെ അതനുസരിച്ച് പ്രൊവോക്ക് ചെയ്യും. അതനുസരിച്ച് അവർ നമ്മുടെ ജീവിതത്തിൽ പല കളികളും കളിക്കും. നമുക്കൊരിക്കലും വിജയിക്കുവാൻ കഴിയത്തില്ല. കാര്യം അന്നേരം ആർഗ്യുമെൻറ്റിൽ നമ്മൾ ജയിച്ചെന്ന് വരും, പക്ഷേ പലപ്പോഴും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യമാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. അതേസമയം നിങ്ങൾ ഒരു സംഭവം കണ്ടപ്പോൾ നിങ്ങളൊന്ന് മൗനമായിട്ടിരുന്ന് നോക്കുക. നിങ്ങൾക്ക് പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷെ പിടിച്ചു വെക്കുക. നിങ്ങൾ മൗനമായിട്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. തിരിച്ച് അവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരൊക്കെ നിങ്ങളുടെ കൂടെ കാണുമെന്ന് തിരിച്ചറിയാൻ പറ്റും. ആരൊക്കെയാണ് നിങ്ങളെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആരൊക്കെയാണ് നിങ്ങൾക്കെതിരെ കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ശക്തമായ ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞു, മൗനമെന്ന ആയുധം. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നതിനേക്കാൾ തീവ്രമാണ്, നമ്മുടെ ഏറ്റവും ശക്തമായ സംസാര ഭാഷയാണ് മൗനം. കാരണം അതിൻ്റെ ശക്തി ആർക്കും അളക്കാൻ പറ്റില്ല. അതിൻ്റെ മുമ്പിൽ എല്ലാവരും തോറ്റുപോകും. ശ്രമിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ മൗനം പാലിച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കുക. പല കാര്യങ്ങളിലും പ്രതികരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുക. നമുക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ മൗനം പാലിക്കുക. അവിടെയൊക്കെ നമ്മൾ വിജയിച്ചിരിക്കും. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഈ മൗനം എന്ന ശക്തിയെ ശരിക്കും തിരിച്ചറിയുക. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. ജീവിതത്തിൽ വിജയിക്കുകയാണ് നമുക്ക് വേണ്ടത്. മറ്റൊരാളെ നേരെയാക്കാനോ അവരെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതം ശരിയാക്കാനോ നമുക്ക് സമയമില്ല. അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മൗനമെന്ന ശക്തിയുണ്ട്. ജീവിതം വിജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ്. നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.